ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിൻ്റെയും ഇനി വരാനിരിക്കുന്ന, അതായത് ഈ ആഴ്ചയിലെ അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പോൾ ഏതായാലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനിയുടെയും അനാമികയുടെയും വിവാഹമാണ്. അങ്ങനെ നമ്മുടെ നയനയ്ക്ക് കുറച്ച് സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ആരാണ് നമ്മുടെ അനിയുടെ മനസ്സിൽ കയറി പറ്റിയ ആ പെൺകുട്ടി, ആരെയാണ് അനി പ്രണയിക്കുന്നത് എന്നറിയാനുള്ള ആ ഒരു ത്വര കാരണമാണ് നമ്മുടെ നയന ഈ ഒരു കാര്യങ്ങളൊക്കെ തപ്പിച്ചകഞ്ഞു പോയത്. പക്ഷേ അവിടെ കണ്ടത് നമ്മുടെ അനിയും അതുപോലെ തന്നെ നന്ദുവും കൂടെ സംസാരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു സംശയമൊന്നും തോന്നിയില്ല. ആ ഒരു സംശയം നമ്മുടെ നയനയുടെ മനസ്സിലില്ലായിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നൊരു സംശയമൊന്നും തോന്നിയില്ല. അങ്ങനെ ഏതായാലും ഇവർ സംസാരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും എന്നാൽ പിന്നെ വേറെ ഏതെങ്കിലും പെൺകുട്ടിയാണെന്നാണ് നമ്മുടെ നയന വിചാരിക്കുന്നത് കേട്ടോ. പക്ഷേ നമ്മുടെ നന്ദുവാണ് ആ പെൺകുട്ടിയെന്ന് അറിയുന്നില്ല. എങ്കിലും മനസ്സിൻ്റെ എവിടെയൊക്കെ ഒരു സംശയം ഇല്ലാതില്ല എന്ന് പറയുന്നത് പോലെ ചെറിയൊരു സംശയമൊക്കെ അപ്പോഴും ഒളിഞ്ഞു കിടപ്പുണ്ട്. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ചത്തെ പ്രധാന സംഭവമാണ് നമ്മുടെ അനാമിക രണ്ടും കൽപ്പിച്ച് വീട്ടിലെത്തുകയാണ്. അപ്പോൾ വീട്ടിൽ വരുമ്പോഴേക്കും, അതായത് അനന്തപുരി തറവാട്ടിൽ കാര്യങ്ങളെല്ലാം അവരോടും പറയണം. ഇങ്ങനെ അനീനെ വിട്ടാൽ ശരിയാവില്ല. കാരണം അനി ഇപ്പം ഏത് നേരം നോക്കിയാലും നന്ദുവിൻ്റെ പുറകെയാണ്. അതുമല്ല, ഈ വിവാഹത്തിനോട് താല്പര്യമില്ലാത്തതൊക്കെ പോലെ തന്നെയൊക്കെയാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അനിയെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞ നമ്മുടെ അനാമിക നേരെ വീട്ടിൽ വന്ന് മുത്തശ്ശനോടും മുത്തശ്ശിയോടും വീട്ടിലെല്ലാവരോടും ഈ കാര്യം പറയാൻ വേണ്ടി വരുന്നതാണ്. പക്ഷേ നമ്മുടെ കനകദുർഗ എന്തോ ഭാഗ്യവശാൽ നമ്മുടെ കനകദുർഗയുടെ മുമ്പിലാണ് വന്ന് ചാടുന്നത്. കനകദുർഗേനെ കണ്ടതും നമ്മുടെ അനാമിക അങ്ങ് തുള്ളാൻ തുടങ്ങി. നിങ്ങൾ എന്ത് സ്ത്രീയാണ്, നിങ്ങളോട് പറഞ്ഞതല്ലായിരുന്നു നിങ്ങളുടെ മകളെ മര്യാദയ്ക്ക് നിർത്തണമെന്ന്. എന്നിട്ട് നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? എൻ്റെയും അനിയുടെയും വിവാഹം നിശ്ചയിച്ചാന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? പലതവണ ഞാൻ പറഞ്ഞിട്ടില്ലേ അവളോട് അനിയോട് മിണ്ടരുത് എന്നും അവർ രണ്ടുപേരെ അടുപ്പിക്കരുത് എന്നും പറയണമെന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലേ? എന്നിട്ട് ആൻറ്റി എനിക്ക് വാക്കും തന്നിട്ട് ഇപ്പം എന്താ നടക്കുന്നതെന്ന് ആൻറ്റിക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അയ്യോ പിന്നെ അത് മോളെ ഞാൻ നന്ദുവിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നന്ദുവായിട്ട് ഒരു ശല്യത്തിനും വരില്ല നിങ്ങൾക്കിടയിൽ. നന്ദു എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് രണ്ടുപേരും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടൽ തന്നെയാണല്ലോ. രണ്ടുപേർക്കും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിക്കാനേ സമയമുള്ളല്ലോ. ഇതിവിടെ മുത്തച്ഛനോടും മുത്തശ്ശിയോടും പറഞ്ഞിട്ട് തന്നെയുള്ളൂ കാര്യം. എനിക്കിത് ഇനി അടക്കി വെക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ജീവിത പ്രശ്നമാണ്, എൻ്റെ കല്യാണ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു തീരുമാനം എനിക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും കനകദുർഗ പറഞ്ഞു, അയ്യോ മോളെ, ഒരിക്കലും ഇവിടെ മുത്തച്ഛൻ്റെ അടുത്ത് മോൾ ഇതൊന്നും സംസാരിക്കരുത്. കാരണം വേറൊന്നുമല്ല, മുത്തച്ഛൻ്റെ അവസ്ഥ, കണ്ടീഷൻ അത് നമ്മൾ മനസ്സിലാക്കണം. പുള്ളിക്കാരൻ വലിയൊരു അസുഖത്തെ തുടർന്ന് ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പം എത്രമാത്രം ഷോക്കാകും, അവിടെ നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. മോളിപ്പോൾ ഇവിടുന്ന് പോയിട്ട് മോളൊരു കാര്യം ചെയ്യുക. ഇനി ശ്രദ്ധിച്ചോളാം ഞാൻ. ഉറപ്പായിട്ടും നന്ദു ഇനി അനിയുടെ പുറകെയോ അനിയുമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇനിയിപ്പം അനി നന്ദുവായിട്ട് സംസാരിക്കുകയോ അങ്ങനെ ഒരു വിഷയം ഉണ്ടാവില്ല, ഉറപ്പാണ്. ഞാൻ വാക്ക് തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അനാമിക ഭയങ്കര അഹങ്കാരം പിടിച്ചാട്ടോ വരുന്നത്. ഭയങ്കര അഹങ്കാരിയാന്ന് അറിയാം. ആ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. അനന്തപുരി തറവാട്ട് ചുട്ടിരിക്കാനുള്ള അത്രയും ആസക്തിയായിട്ടാണ് പുള്ളിക്കാരി നടക്കുന്നത്. ഏതായാലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ഏതായാലും ഞാൻ ഇപ്പം സമ്മതിച്ചു. ഇനി നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ തന്നെ ദുഃഖിക്കേണ്ടി വരും. ഞാൻ ഉറപ്പായിട്ടും ഈ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കും. അതുമല്ല, നിങ്ങൾക്ക് വേറെ പണിയില്ലേ? നിങ്ങൾ എന്തിനാ? നിങ്ങൾക്ക് രണ്ടു മരുമക്കൾ ഇവിടെ കയറി വന്നു. ഇനി നിങ്ങളെ ആ മകളെയും കൂടി ഇങ്ങോട്ട് കയറ്റാൻ ശ്രമിക്കുന്നതായിരിക്കും അല്ലേ എന്നൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടാണ് നമ്മുടെ ആര് നിൽക്കുന്നത്? നയന നിൽക്കുന്നത്. അപ്പം നയനയ്ക്ക് ഏകദേശം കാര്യരൂപ കാരണങ്ങൾ സഹിതം മനസ്സിലായിട്ടുണ്ട്. ഏതായാലും നയന ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഈശ്വര, നന്ദു ആയിരുന്നു അപ്പം അനിയുടെ മനസ്സിൽ. അത് ഞാൻ അറിയാതെ പോയല്ലോ. ഇതെന്താ ഇങ്ങനെ എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. ഇത് കേട്ടതേ ഷോക്കായിപ്പോയി. അപ്പം അനാമിക പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന ഇങ്ങ് ഇറങ്ങി വന്നു. അത് കനകദുർഗ കാണുകയും ചെയ്തു. കനകദുർഗ ഷോക്കായിപ്പോയി. കനകദുർഗയോട് പറഞ്ഞു, അപ്പം അമ്മയെല്ലാം എന്നിൽ നിന്ന് മറച്ചു വെക്കുകയായിരുന്നല്ലേ? അമ്മയ്ക്ക് ഇതൊക്കെ അറിയായിരുന്നു എന്ന് ചോദിച്ചപ്പം, അത് പിന്നെ മോളെ എനിക്കറിയായിരുന്നു, വെറുതെ മോളെ ടെൻഷൻ അടിപ്പിക്കണ്ടല്ലോ എന്നോർത്താ. ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. അനാമിക ഇപ്പം ഇതൊക്കെ വന്ന് പറഞ്ഞെങ്കിലും നന്ദുവിന് അങ്ങനെ ഒരു സ്വഭാവം ഇല്ല, നന്ദുവിന് അങ്ങനെ ഒരു ഇഷ്ടമില്ല. പിന്നെ എവിടെയൊക്കെയോ ചെറിയൊരു ഇഷ്ടം തോന്നി. അവൾക്ക് ആദ്യമായിട്ടൊരു പുരുഷനോട് തോന്നിയ ഇഷ്ടമല്ലേ? അപ്പം അത് പിടിച്ചു മാറ്റാൻ കുറച്ച് പ്രയാസപ്പെട്ട് ഞങ്ങൾ. എങ്കിലും അവൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അമ്മ ഇനി ഒന്നും പറയണ്ട, എനിക്ക് അവളെ കാണണം, എനിക്ക് അവളെ ഇപ്പം തന്നെ കാണണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്തിനാ മോളെ അവളെ കാണുന്നത്? വേണ്ട, ഇനിയിപ്പോൾ ഇത് പ്രശ്നം ഉണ്ടാക്കണം. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാനല്ല, എനിക്ക് അവളെ കാണണം, അവളെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തണമെന്ന് പറഞ്ഞ്
നമ്മുടെ നയന തന്നെ വിളിക്കുകയാണ്. നന്ദുവിനെ വിളിച്ചിട്ട് നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. നന്ദുവിന് കാര്യം പിടികിട്ടിയില്ല. അങ്ങനെ ഗോവിന്ദനോട് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഗോവിന്ദൻ ആദ്യം പോകണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കറിയില്ല, എനിക്ക് പോകാൻ താല്പര്യമൊന്നുമില്ല അച്ഛാ, പക്ഷേ ചേച്ചി വിളിക്കുന്നതാന്ന് പറഞ്ഞു. ഏതായാലും ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ ഗോവിന്ദൻ എന്ത് ചെയ്തു, നയനയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ നയന പറഞ്ഞു, ഹേ ഒന്നുമില്ല അച്ഛൻ, ഞാൻ അവളെ വെറുതെ എനിക്ക് കാണണം എന്നൊരാഗ്രഹം അതുകൊണ്ട് വിളിച്ചു വരുത്തിയതാണെന്നും പറഞ്ഞുകൊണ്ടാണ് വിളിച്ചു വരുത്തുന്നത് കേട്ടോ. അപ്പം ഇതിനിടയിൽ നമ്മുടെ കനകദുർഗയാണെങ്കിൽ പറയുന്നുണ്ട് ഗോവിന്ദനെ വിളിച്ച കാര്യങ്ങളൊക്കെ നയനമോൾ അറിഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ടാണ് നയനമോൾ വിളിച്ചതും സംസാരിച്ചതും ഒക്കെ എന്ന് അറിയുന്നുണ്ട്. അപ്പം ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ജലജ ആയിക്കോട്ടെ അരുവും വക്കും ഒക്കെ മൂലയും ഒക്കെ ഇങ്ങനെ കേട്ട് എന്തൊക്കെയോ ഇവരുടെ ഇടയിൽ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി, എന്തൊക്കെയോ ഉണ്ടെന്ന് മനസ്സിലായി. എന്താണെന്ന് ക്ലിയർ ആയിട്ട് ജലജയ്ക്കും അറിയില്ല. അപ്പം ജലജ ഇങ്ങനെ പാത്തു നടക്കുന്നുണ്ട്. അപ്പം ജലജ പാത്തു നടക്കുന്ന നമ്മുടെ കനകദുർഗ കാണുന്നുണ്ട്. അപ്പം കനകദുർഗ ഓരോന്ന് പറഞ്ഞ് ജലജേനെ അകറ്റി വിടുന്നുണ്ട് കേട്ടോ. ജലജയും കനകദുർഗയല്ലേ ചേരത്തുള്ളൂ, രണ്ടുപേരും കൂടെ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കനകദുർഗയുടെ അടുത്ത് ഒരിക്കലും ജലജയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവക കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് നമ്മുടെ ആര് വരുന്നത്, നന്ദു വരുന്നതും നന്ദു നയനയെ കാണുന്നതും. അങ്ങനെ നയനയോട് വന്ന ഉടനെ തന്നെ നയന പറഞ്ഞു, ഈ ചേച്ചിയിൽ നിന്ന് ഇതുവരെ മോൾ ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ലല്ലോ, ഈ ചേച്ചിയോട് മോൾ എല്ലാം പറയുമായിരുന്നല്ലോ, മോളുടെ അറിവ് വെച്ച കാലം മുതൽ സ്കൂളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നിന്റെ കൂട്ടുകാരുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഈ ചേച്ചിയോട് പറഞ്ഞിട്ട് ഈ ഒരു കാര്യം മാത്രം എന്തുകൊണ്ട് മറച്ചു വെച്ചു. ഏതായാലും മറച്ചു വെച്ചത് അവിടെ ഇരിക്കട്ടെ, കുഴപ്പമില്ല, പക്ഷേ അത് നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എന്താ ഈ പറയണത് എന്ന് ചോദിച്ചപ്പം ഞാൻ വേറൊന്നും അല്ല സംസാരിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത് അനിയെക്കുറിച്ച് തന്നെയാണ്. മോളെ നിനക്ക് എന്തിൻ്റെ കേടാ ഇത്? ഞാനൊരു കാര്യം പറയട്ടെ, ഞാനും നിന്റെ ചേച്ചിയൊക്കെ ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന നീ കാണുന്നല്ലേ, നവ്യേച്ചിയും അതുപോലെ തന്നെ ഞാനും ഒക്കെ ഇവിടെ കിടന്ന് ഒത്തിരി അനുഭവിക്കുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഒരാഗ്രഹമുണ്ട്, ഇനിയെങ്കിലും വിവാഹം കഴിച്ചു വിടുമ്പോൾ നീ കയറി ചെല്ലേണ്ട വീട്ടിൽ ധൈര്യമായിട്ട് തന്നെ കയറി ചെല്ലാൻ അച്ഛനും അമ്മയ്ക്കും കഴിയണം, അതുപോലെ ഞങ്ങൾക്കും കഴിയണം എന്നൊക്കെ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. അതൊക്കെ ഞങ്ങളുടെ സ്വപ്നമാണ്, അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരിക്കലും ഇത് നടക്കില്ലെന്ന് പറഞ്ഞപ്പം ചേച്ചി അതിന് ഇത് നടക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഒരിക്കലും ഞാനും ആഗ്രഹിക്കുന്നൊന്നുമില്ല, പക്ഷേ എൻ്റെ മനസ്സ് എന്തോ അടുത്തുപോയി, അതെനിക്കറിയില്ല, എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, അതൊക്കെ ഏകദേശം വിജയകരമാവുന്നുണ്ട്. പക്ഷേ അനി അതിന് സമ്മതിക്കുന്നില്ല. അനി എന്നെ വീണ്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഇമ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നീ അനിയോട് പറയരുത്, ഞാൻ ഈ വിവരം അറിഞ്ഞ കാര്യം നീ ഒരിക്കലും അനിയോട് പറയാൻ പാടില്ല, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു, എത്രയും പെട്ടെന്ന് വിവാഹം നടക്കണം, അതാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദുവിനെ ഒരു തീരുമാനത്തിലെത്തി. ഏതായാലും നന്ദുവിനെ ഇനി വീട്ടിൽ നിന്ന് ഇറക്കില്ല, നന്ദുവിനെ കുറച്ച് ദിവസത്തേന് വീട്ടിൽ പൂട്ടിയിടാൻ തന്നെയാണ് അമ്മയും മക്കളും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. കനകദുർഗയും ഗോവിന്ദനും നമ്മുടെ നയനയുടെ തീരുമാനമൊക്കെ അത് തന്നെയാണ്. ഒരിക്കലും ഇവര് ഇനി കണ്ടുമുട്ടുകയോ ഈ വിവാഹം നമ്മുടെ അനിയല്ല നന്ദു കാരണം മുടങ്ങുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നത്തിൽ തന്നെ അവസാനിക്കും. അതുകൊണ്ട് അവളുടെ മൊബൈൽ ഫോൺ സഹിതം മേടിച്ചു വെക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഓർഡറുകളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ നമ്മുടെ നയന. ഏതായാലും നയന പറയുന്നത് പ്രകാരം നന്ദുവിനെ കുറച്ച് നാൾ വെളിയിലൊക്കെ വിടാതെ ഇരിക്കാനുള്ള പരിശ്രമങ്ങളാണ് ഗോവിന്ദൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയമായിക്കോട്ടെ നമ്മുടെ മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് ഈ വിവാഹത്തിൻ്റെ കാര്യം ഇങ്ങനെ പറയുകയാണ്. മുത്തശ്ശിയുടെ മനസ്സറിയണമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തെക്കുറിച്ച് എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ നയന ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഈ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണം, എൻ്റെ അനിമോൻ്റെയും അനാമികയുടെയും വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണം, എൻ്റെ ഒരു ആഗ്രഹം തന്നെയാണ് അത് കാണുക എന്നുള്ളത്. അതിനുവേണ്ടി എത്രയോ നാൾ ഈ അച്ഛൻ കാത്തിരുന്നത്, ചിലപ്പോൾ എൻ്റെ ഈ ജീവൻ അവശേഷിക്കുന്നത് ആ ഒരു വിവാഹം കാണാൻ വേണ്ടി തന്നെയായിരിക്കും. അനാമിക നല്ല കുട്ടി തന്നെയാണ്, നമ്മുടെ കുടുംബത്തിന് ചേരുന്നവർ തന്നെയാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു വിവാഹം നടക്കണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ നയനയുടെ മുഖത്തെ വിഷമവും സങ്കടവും ഒക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശിക്ക് എന്തോ ഒരു ചെറിയ സംശയമൊക്കെ തോന്നി. അപ്പം നയനി ഇത്രയും ചോദിച്ചിട്ട് അങ്ങ് മാറിപ്പോയി. അപ്പം നയനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, എൻ്റെ ഈശ്വര ഈ വിവാഹം അങ്ങനെ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ്റെ അവസ്ഥ എന്തായിരിക്കും, മുത്തശ്ശൻ എന്തായിരിക്കും ചെയ്യുക, അതുമല്ല ഈ വീട് ആകെ ഇളകി മറിയൂല്ലോ ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ആകെപ്പാടെ ബുദ്ധിമുട്ടിലാണ് നമ്മുടെ നയന. അപ്പം നയനയാണെങ്കിൽ ആദർശിൻ്റെ മുമ്പിൽ ചെന്ന് സംസാരിക്കുന്നുണ്ട് ഈ അനിയുടെ പ്രണയത്തെക്കുറിച്ച്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അവൻ അങ്ങനെ പ്രണയവും ഒന്നും ഒരു കോപ്പ് മണ്ണാങ്കട്ടയൊന്നുമില്ല, അവൻ ആകെ സ്നേഹിച്ചത് അനാമികയാണ്, അവൻ അത്രക്കാരനൊന്നുമല്ല, അവൻ സ്നേഹം തുറന്ന് പറഞ്ഞാണല്ലോ, പിന്നെ അവൻ വേറൊരു പെൺകുട്ടീനെ സ്നേഹിക്കാൻ പോകാൻ അവൻ അത്ര ചീപ്പല്ല എന്നൊക്കെ പറയാം. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ എന്ത് കാരണവശാലെങ്കിലും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ നന്ദുവിൻ്റെ പേരിലേ കുറ്റം വരത്തുള്ളൂ, അനി അവിടെ ഡീസൻ്റ് ആകും. അങ്ങനെയാണല്ലോ സംഭവിക്കാറുള്ളത് എല്ലായിടത്തും. അതുകൊണ്ട് അനാമിക ചീത്ത പെൺകുട്ടിയാണെന്നും അനാമികയല്ല നന്ദുവിൻ്റെ പേരിൽ കുറ്റം വരും, നന്ദു ചീത്ത പെൺകുട്ടിയാണെന്നും നന്ദുവാണ് എല്ലാത്തിനും കാരണമെന്നും നന്ദുവാണ്
നമ്മുടെ അനിയുടെ പുറകെ നടന്നത് എന്ന് സഹിതം വരും. അപ്പം അതുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ്. എങ്കിലും ഈ വിവാഹം നല്ല രീതിയിൽ തന്നെ നടക്കാൻ വേണ്ടിയുള്ള ഇനി ഉള്ള തയ്യാറെടുപ്പുകളാണ് നമ്മുടെ നയന ചെയ്യുന്നത്. അപ്പം കുറച്ച് റിസ്കുകളൊക്കെ നിറഞ്ഞ രീതിയിലാണ് നയന ഇനി സഞ്ചരിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷം തന്നെ കേട്ടോ വരാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണുക. നമ്മൾ ഇനി എല്ലാ ദിവസവും നയനയുടെയും ആദർശിൻ്റെയും കഥ ഫുൾ വിശേഷമായിട്ട് രാവിലെ തന്നെ വരുന്നതായിരിക്കും. അപ്പം നമ്മളിപ്പോൾ ഇടാറില്ലായിരുന്നു. നാളെ മുതൽ ഇനിയിപ്പോൾ അങ്ങോട്ട് എല്ലാ ദിവസവും നയനയുടെയും ആദർശിൻ്റെയും കഥയും ഗൗതമിൻ്റെയും നന്ദയുടെയും കഥയും രേവതിയുടെയും സച്ചിയുടെയും കഥയും 3 കഥ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ റിക്വസ്റ്റ് പ്രകാരമാണ്. കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട് അത് ചെയ്യാമോ ഇത് ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ടൈം കിട്ടുന്നില്ല, അറിയാമല്ലോ, നമുക്ക് മക്കളൊക്കെ ഉണ്ട്. അപ്പം മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കുകയും അതിനിടയിൽ നമ്മുടെ വീട്ടുപണി നടക്കണം, അതിനിടയിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കണം. അതുകൊണ്ടാണ് കുറച്ച് സ്ലോ വരുന്നത്. പിന്നെ നമ്മൾ വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതേതായാലും അതിൽ നമ്മളിപ്പോൾ കഥ ഇടുന്നുണ്ട്, പക്ഷെ അതിപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് തരുന്നില്ല. നമ്മളതൊന്ന് ഇമ്പ്രൂവ് ചെയ്ത് കുറച്ചും കൂടി അങ്ങോട്ടായിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ലിങ്ക് തരാം കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മുടെ പുതിയ കഥകളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒത്തിരി പുതിയ കഥകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ കഥകളൊക്കെ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇനി ഇടുന്നതൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം എന്നൊന്നും പറയാൻ പറ്റില്ല, ഇന്ന ദിവസത്തിൻ്റെ പകുതി ആയില്ലേ. അപ്പോൾ വീണ്ടും എങ്കിലും ഇരുന്നോട്ടെ, നമ്മൾ എന്നും പതിവ് പോലെ പറയുന്ന പോലെ നല്ല ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.